ഹായ്, നമ്മൾ പെന്തക്കൊസ്ത തിരുനാളിൻ്റെ ഒരുക്കത്തിലും ആഘോഷത്തിലുമാണ്. ഈ പെന്തക്കൊസ്ത എന്ന് പറഞ്ഞാൽ എന്താ? പെന്തക്കൊസ്ത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകളും ഈ ശിഷ്യന്മാരിലും പരിശുദ്ധ അമ്മയിലും ഉണ്ടായ ഒരു ദിനത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലും ചെറിയൊരു രീതിയിൽ ഇടപെട്ടത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അത് മറ്റൊന്നുമല്ല, ഞാനെൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ ബോഡിയിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഞാൻ ജപമാല എത്തിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷിവറിങ്ങും അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമൊക്കെ ഉള്ളിൽ വരാൻ തുടങ്ങി. അപ്പോൾ ജപമാല എത്തിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോഴാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-41 വാക്യത്തിൽ പറയാണ്, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ ഈ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക രീതിയിലൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അതിന് കാരണം ഇവിടെ പറയുന്നുണ്ട്, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അതുപോലെ തന്നെ ഈ നമുക്ക് പെന്തക്കൊസ്ത ദിനത്തിലറിയാം, പെന്തക്കൊസ്ത ദിനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പെന്തക്കൊസ്തയുടെ വലിയ ഒരു അഭിഷേകം ഈ ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് തരുന്ന വചനഭാഗം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-19 മുതൽ 23 വരെയുള്ള തിരുവചനം. അതിൽ 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഈശോ അവരുടെ മേലെ നിശ്വസിച്ചിട്ട് അവരോട് പറയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അപ്പസ്തോല പ്രവർത്തനം 1:8 പ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പോൾ ഞാനിതിനെപ്പറ്റി ആലോചിച്ചത്, എങ്ങനെയായി ശക്തിപ്പെടണേ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ശക്തിപ്പെടണം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിലും പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉടനീളം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ അവരുടെ ജീവിതത്തിലൊക്കെ ഇടപെടുന്നത് ഞാൻ വായിച്ചു മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ വേണം. അപ്പോൾ ഞാനതിന് ഒരുങ്ങി പ്രാർത്ഥിച്ചു. എൻ്റെ ആഗ്രഹം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനം 13:2 പറയുന്ന പോലെ, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആലോചിക്കുക, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റണം. അങ്ങനെ ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനം 16:6 പ്രകാരം പറഞ്ഞു, ഏഷ്യയിൽ വചനം പ്രസംഗിക്കയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു, പത്രോസിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിലൊക്കെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ ഇവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പം ഒരു പെന്തക്കൊസ്ത തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള നൊവേനകളൊക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, എനിക്ക് ഈ പെന്തക്കൊസ്തയ്ക്ക് ഇവരെ പോലെ പരിശുദ്ധാത്മാവ് സംസാരിച്ച പോലെ എന്നോട് സംസാരിക്കണം. അത് പഴയ നിയമത്തിലൊരു വചനമുണ്ട്, ഏശയ്യ 30:21 പ്രകാരം പറയും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പുറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അപ്പോൾ അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം, ഭയങ്കര ആഗ്രഹം. എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ പ്രേരിപ്പിക്കണം, എന്നെ നയിക്കണം, ശക്തമായ ഇടപെടലുകൾ സ്വരം എനിക്ക് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പെന്തക്കൊസ്ത ദിനം എത്തി. പെന്തക്കൊസ്ത ദിനത്തിൻ്റെ അന്ന് ഞാൻ പ്രാർത്ഥിച്ച് കുർബാനയ്ക്കൊക്കെ പോയി. അപ്പം എൻ്റെ പ്രതീക്ഷ ഇതാണ്, വലിയൊരു അഭിഷേകം എൻ്റെ ജീവിതത്തിലുണ്ടാവും. അപ്പം ഞാൻ അടിമുടി മാറിപ്പോവും എന്നുള്ളൊരു ചിന്തയൊക്കെ. അങ്ങനെ പെന്തക്കൊസ്ത വന്നു, ഒന്നും സംഭവിച്ചില്ല. കുർബാനയൊക്കെ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ എനിക്ക് ആകെ നിരാശയായി. ഞാനപ്പോൾ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. കുറച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്തെങ്ങനെ ചെയ്യണേ, എന്നോടെന്താ ഇതുപോലെ സംസാരിക്കാതെ. അപ്പോൾ അങ്ങനെ കുറേ പ്രാർത്ഥനയും പരിഭാവമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഉള്ളിലൊരു പ്രേരണ അങ്ങനെ വന്നു, ഒരു സ്വരം പോലെ ഞാൻ കേൾക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിനക്കത് കേൾക്കാൻ സാധിക്കില്ല.
എന്നിട്ട് എന്നോടൊരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞ്, നമ്മളെവിടെയെങ്കിലുമൊക്കെ ദേവാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ കുറച്ച് അങ്ങനെ ഒരു ചപ്പ് ചവറ് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആദ്യം നിനക്ക് തോന്നും അതൊരുത്തൊന്ന് കളയാൻ. അത് കഴിഞ്ഞ് രണ്ടാമതും നിനക്ക് തോന്നും വേണ്ട, അത് ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളുണ്ടല്ലോ, അവർ ചെയ്തോളും എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ആദ്യത്തെ പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യം പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. പിന്നെ രണ്ടാമത് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ ഉള്ളിലിരുന്ന ഒരു സ്വരം ഞാൻ കേൾക്കാം, അപ്പോൾ നീ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്തു തുടങ്ങുമ്പോൾ, ആദ്യം നീ ഒരു കാര്യം ചെയ്താൽ രണ്ടാമത് ആ സ്വരം ഇത്തിരി കൂടി ഉച്ചത്തിൽ നീ കേൾക്കാം. മൂന്നാമത് ആ പ്രേരണയ്ക്കനുസരിച്ച് നീ പ്രവർത്തിക്കുമ്പോൾ ഇത്തിരി കൂടി ഉറക്കം വരും. അങ്ങനെ നിരന്തരമായി പ്രേരണയ്ക്കനുസരിച്ച് ജീവിച്ചു വരുമ്പോൾ ശക്തമായി പൗലോസിനോട് സംസാരിച്ചതുപോലെയും പത്രോസിനോട് സംസാരിച്ചതുപോലെയും അതുപോലെ സ്ലീഹന്മാരോട് സംസാരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ ചെവിക്ക് പുറകിലിരുന്ന് പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നമ്മൾ ഈ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ പ്രേരണ അനുസരിച്ച് നിൻ്റെ സ്വരം കേൾക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ ഈ പെന്തക്കോസ്ത് ദിനം വലിയൊരു അഭിഷേകമായി മാറട്ടെ. അങ്ങനെ എൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഏശയ്യ 30:21 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പുറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകും. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ, ശക്തമായ സ്വരം കേൾക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. അതിന് കാതോർക്കാൻ എന്നെ ഒരുക്കണമേ. അങ്ങനെ ലൂക്ക 2:25, 26, 27 എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ അറിയാനുള്ള കൃപ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നയിക്കലുകൾ, പ്രേരണകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. ആമേൻ.